വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ ഒരു പ്രസ്താവന ഇങ്ങനെ വായിക്കുന്നു: ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും എന്നുള്ള വാക്കാണ്. അനീതി പ്രവർത്തിച്ച് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകുന്നതായ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുമെന്നും നിന്റെ അവസ്ഥ അതായിരിക്കുന്നുവല്ലോ എന്നും ഇയ്യോബിനോട് സംസാരിക്കപ്പെടുകയാണ്. 54-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. എങ്ങോട്ടു നോക്കിയാലും ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ ബിൽദാദ് ഓർമ്മപ്പെടുത്തുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട്, അനീതിയും തിന്മയും പ്രവർത്തിച്ചതുകൊണ്ട് ഘോരത്വങ്ങൾ അവനെ മൂടിയിരിക്കുന്നു, അവൻ്റെ ചുറ്റിലും വന്നിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നതായ ഒരു യാക്കോബിനെ കാണുവാൻ കഴിയുന്നുണ്ട്. 10-11 വാക്യത്തിൽ വരുമ്പോൾ, മരുഭൂമിയുടെ സ്ഥിതിയിൽ താൻ എത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയും ഭീതി കൊണ്ട് താൻ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയും ചെയ്തതായ ഘട്ടങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അവിടെ കിടന്ന കല്ലുകളിൽ ഒന്നെടുത്ത് തലമണയായി വെച്ച് താൻ കിടന്നുറങ്ങുകയും യഥാർത്ഥമായി ദൈവസാന്നിധ്യം അവൻ്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു എന്ന് ആ ഭാഗം വായിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സ്നേഹിതരോ, നമ്മുടെ ചാർച്ചക്കാരോ, നമ്മെ അറിയാവുന്നവരോ, നമ്മുടെ സഭാംഗങ്ങളോ, നമ്മുടെ കുടുംബാംഗങ്ങളോ ഒക്കെ നമ്മെ നോക്കിക്കൊണ്ട് പറഞ്ഞെന്നു വരും, ഇനിയും നിനക്ക് രക്ഷയില്ല, നിന്റെ ചുറ്റിലും നിന്നെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെയല്ലേ നീ കടന്നു പോകുന്നത്, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞാലും യാക്കോബിന് ദൈവസാന്നിധ്യം ഉറങ്ങി വരികയും യാക്കോബ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ ഇയ്യോബിൻ്റെ സ്ഥിതി മാറുകയും താൻ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്നും നാം ഓർക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്നേക്കുമായുള്ള നാശമല്ല. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ
ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ലോകവും ലോകത്തിലുള്ളവരും നാടും നാട്ടിലുള്ളവരും ഞങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.